അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് തെർമോക്കോൾ കൊണ്ട് എങ്ങനെ വളരെ ചീപ്പായിട്ട് ഒരു ഫിഷിംഗ് ഫ്ലോട്ട്, സ്ലൈഡിങ് ഫിഷിംഗ് ഫ്ലോട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ റോഡൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഫ്ലോട്ട് നമുക്ക് പറ്റില്ല. അത് ഒരുപാട് ലെങ്ത്ത് നമുക്ക് റോഡിൻ്റെ ടിപ്പിൽ നിന്ന് തൂക്കിയിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരടി രണ്ടടിയൊക്കെ അല്ലേ നമ്മൾ സാധാരണ തൂക്കിയിട്ട് കാസ്റ്റ് ചെയ്യുക. വാട്ടർ ലൈറ്റ് അല്ലെങ്കിൽ BFSലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ 2 ഗ്രാമൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് തൂക്കിയിട്ട് നമുക്ക് കാസ്റ്റിംഗ് കറക്റ്റായി കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ബെയ്റ്റ് ഫിഷിങ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ ബെയ്റ്റ് ഫിഷിങ് സിലോപ്പിയും കരിമീനൊക്കെ പിടിക്കാൻ അൾട്രലൈറ്റ് റോഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്ലേഡ് കൊണ്ട് ചെത്തി എടുത്തിട്ട് നമുക്കൊരു നല്ല കാറ്റൊന്നും തട്ടിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഷേപ്പായിട്ട് ഒരു സിലിണ്ടർ പോലെ ആദ്യം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡൊക്കെ കൂർപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലോട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു 3 ഗ്രാം വരെ ഉള്ളതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. 3 ഗ്രാമൊക്കെ ഈസി ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്ത്താണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ തെർമോക്കോൾ പീസ് ഇങ്ങനെ നിലത്തുരച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നുകൂടെ സ്മൂത്താവും. അങ്ങനെ നിലത്തുരച്ചിട്ട് സ്മൂത്താക്കി കഴിഞ്ഞാൽ നമുക്ക് കാറ്റില്ല, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് മയിൽപ്പീലിനെക്കാട്ടി നമുക്ക് ഒന്നുകൂടെ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഇയർബഡിൻ്റെ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുടക്കമ്പിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കുടക്കമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഹോൾ ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്നാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കതിൽ ഒന്നെടുത്തിട്ട് ഒരു കുടക്കമ്പി എടുക്കുക. ഒരു കുടക്കമ്പി എടുത്തിട്ട് ഇങ്ങനെ 2 സൈഡും നമ്മൾ ആംഗിൾ തെറ്റാണ്ട് 2 സൈഡും ഒരുപോലെ വരാൻ 2 സൈഡിലും കുറച്ച് ഒന്ന് തിരിച്ച് ആക്കി നോക്കുക. നേരെ കുത്തിക്കഴിഞ്ഞാൽ തെർമോക്കോൾ പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ തിരിച്ച് 2 സൈഡും ആക്കി കഴിഞ്ഞാൽ ആംഗിൾ മാറാണ്ട് ഒരേ സ്ഥലത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എന്നിട്ട് ഇങ്ങനെയുള്ള ഇയർബഡിൻ്റെ ആ ട്യൂബ്, ചെറിയ ട്യൂബ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെന്നിൻ്റെ എന്ത് വേണമെങ്കിലും, ചെറിയ ഹോളുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഞാൻ എല്ലാം 3 തെർമോക്കോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു തെർമോക്കോൾ പീസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇത് കണ്ടല്ലോ, 3 ഒരു ഫ്ലോട്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ പെയിൻറ്റ് അടിക്കാൻ നോക്കരുത്. പെയിൻറ്റ് അടിച്ചാൽ, സാധാരണ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഉരുകി പോവും. അപ്പോൾ ഇനി ഇതിൻ്റെ 2 അറ്റത്തും ഷാർപ്പായി കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല അറ്റത്ത് ബ്ലേഡൊന്നും കട്ട് ചെയ്യാത്ത രീതിയിൽ ചൂടാക്കിയെടുക്കാം 2 അറ്റവും. അങ്ങനെ ചൂടാക്കിയെടുത്ത 3 ഫ്ലോട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ബ്രൈഡൽ ലൈനിൽ മുകളിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അതായത് ഈ മുകളിലുള്ള റബ്ബറിൻ്റെ ഒരു മുത്താണത്. ആ റബ്ബറിൻ്റെ മുത്ത് മുകളിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതുവരെ വരുവുള്ളൂ. അപ്പോൾ നമുക്ക് ആ കെട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ മുകളിൽ വന്ന് കണ്ടില്ലേ, ഇങ്ങനെ വന്ന് നിൽക്കും. അത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ കെട്ട് നമുക്ക് ഉള്ളിലോട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു 5 അടിയുള്ള റോഡാണെങ്കിലും 10 അടി വേണമെങ്കിലും മുകളിൽ നമുക്ക് ഫ്ലോട്ട് ആക്കാൻ പറ്റും. എത്ര ഡെപ്തുള്ള സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴെ ഒരു മുത്തുണ്ട്, അതാ നമ്മുടെ FG നോട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കും. FG നോട്ട് എങ്ങനെയാണെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിന് താഴെ ഒരു ഹുക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വെച്ച് നിങ്ങൾക്ക് പല ഡെപ്തിൽ ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഫിക്സ്ഡ് ഫ്ലോട്ട് ആണെങ്കിൽ നമുക്കൊരു 7 അടി 8 അടി മുകളിലൊന്നും ഫ്ലോട്ട് കെട്ടാൻ പറ്റില്ല, കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.